എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു DIY വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഗ്ലാസ് പെയിൻ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. പെയിൻറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന രീതിയിൽ ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞു പോയ പെയിൻറ്റിൻ്റെ ബോട്ടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ 3 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ക്ലിയർ ഗ്ലൂ ആണ്. അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലൂ ഇല്ലേ, നമ്മുടെ സാധാരണ പശയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ 3 ബോട്ടിലേക്കും കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി 3 കളേഴ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഫുഡ് കളറാണ് ഞാൻ എടുക്കുന്നത്. ഫുഡ് കളർ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിന് പിഗ്മെൻറ്റ് കൂടുതലാണ്. അപ്പം ഒരു 2 ഡ്രോപ്പൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കളറ് കിട്ടും. അപ്പം ഇത് രണ്ടും മാത്രമേ ആവശ്യമുള്ളൂ. ഇത് നല്ലപോലെ ഇളക്കുക, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് കണ്ടോ, നമ്മൾക്ക് ഒരു യെല്ലോ കളർ കിട്ടി, പിന്നെ ഒരു ബ്ലൂ ഉണ്ട്, ഒരു ഗ്രീനും ഉണ്ട്. ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളത്. ഗ്ലൂ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഫുഡ് കളറും കുക്കിങ്ങും ബേക്കിങ്ങും ഒക്കെ ചെയ്യുന്നവർ എന്തായാലും ഫുഡ് കളർ കയ്യിലുണ്ടാവുമല്ലോ. പിന്നെ ഇത് ഫുഡ് കളറ് ലിക്വിഡ് തന്നെ വേണമെന്നില്ല, ജെല്ലായാലും പൗഡർ ആയാലും ഒക്കെ ഈ സെയിം ഇതിൽ തന്നെ കിട്ടും. പിന്നെ ഫുഡ് കളർ തന്നെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ അവൈലബിൾ അല്ലാത്ത കളേഴ്സ് നമുക്ക് മിക്സ് ചെയ്ത് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ കളർ മിക്സിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. പ്രൈമറി കളേഴ്സ് വെച്ചിട്ട് തന്നെ ആവശ്യമുള്ള കളറ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ എടുക്കുന്ന ക്ലിയർ ഗ്ലൂവിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിരിക്കും. കുറച്ച് തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ, നല്ലപോലെ കട്ടിയിലാണ് ഉള്ളതെങ്കിൽ ഒരു ഡ്രോപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൽ കൂടുതൽ വെള്ളമാവാൻ പാടില്ല, ഇത് ഒഴുകിപ്പോവും. ഗ്ലാസ് പെയിൻറ്റ് ഒഴുകുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക, എന്നാലും കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ആ ഒരു ഗ്ലൂവിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്യാം. ഇനി നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഡിസൈൻ ജസ്റ്റ് വരച്ചിട്ട് കാണിച്ചു തരാം. എന്നിട്ട് അത് ഉണങ്ങാൻ വെക്കണം.
അപ്പോൾ ഈ ഗ്രീൻ എടുത്തപ്പോൾ ഇത് കുറച്ച് ലൈറ്റായി പോയി, കാരണം ഞാൻ നേരത്തെ ഒരു ഡ്രോപ്പ് മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പം കുറച്ചും കൂടെ ഒരു 2 ഡ്രോപ്പും കൂടെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഡാർക്ക് ഗ്രീനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കളർ ഉണങ്ങിയതിന് ശേഷം വേണം അടുത്ത കളറ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഒന്നാമത് റൗണ്ടൊക്കെ ആയതുകൊണ്ട് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം വേണം നെക്സ്റ്റ് കളർ ചെയ്യാൻ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാ കളേഴ്സും ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെയിൻഡ് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എളുപ്പമാണ്. ഇതുപോലെ ചെയ്താൽ മതി. നമ്മൾ ഏതാണോ നമുക്ക് സ്റ്റെയിൻഡ് ഗ്ലാസ് ആക്കേണ്ടത്, സ്റ്റെയിൻഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കളേർഡ് ഗ്ലാസ് ആണ്. നമ്മൾ ഈ പെയിൻറ്റ് ആ ഒരു ഗ്ലാസ്സിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ മൊത്തമായിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ആ പെയിൻറ്റ് എല്ലാ സ്ഥലത്തേക്കും ആവും. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള പെയിൻറ്റ് നമ്മൾ പുറത്തേക്ക് വേറെ മാറ്റുക. എന്നിട്ട് ഇത് ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് ആയിട്ട് മാറും. ഞാൻ മിക്കപ്പോഴും റീയൂസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞു പെയിൻറ്റ് ബോട്ടിൽ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.